ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലീസ് അഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട ക്ലോസുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ലീസാണ്. ഒരു പ്രോപ്പർട്ടി ലീസിന് എടുത്തു കഴിഞ്ഞാൽ അത് സബ് ലീസ് ചെയ്യാനുള്ള അവകാശം ലെസ്സിക്കുണ്ട്. സബ് ലീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസിനെടുത്ത പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് മറിച്ച് ലീസിന് കൊടുക്കുക. അത് ലെസ്സിയുടെ ഒരു അവകാശമാണ്. അങ്ങനെ സബ് ലീസിനെ കുറിച്ച് ഈ ആധാരത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ് ലീസ് ഒരു പുതിയ ഫ്രഷ് രജിസ്റ്റേർഡ് ലീസ് ഡീഡായിട്ട് ചെയ്യുമെന്നുള്ള കാര്യം ആധാരത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതാണ്. രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് റിന്യൂവലിനെ കുറിച്ചാണ്. ഒരു നിശ്ചിത കാലാവധിയിലേക്ക് ലീസ് ചെയ്യുമ്പോൾ 5 കൊല്ലം ആയിക്കോട്ടെ, 10 കൊല്ലം ആയിക്കോട്ടെ, 15 കൊല്ലം ആയിക്കോട്ടെ, ഈ കാലാവധി കഴിഞ്ഞ് പുതുക്കാനായിട്ട് ഇരു പാർട്ടികൾക്കും താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ പുതുക്കുന്നുണ്ടെങ്കിൽ റിന്യൂവൽ ഷുഡ് ബി എക്സിക്യൂട്ടഡ് ആസ് എ ഫ്രഷ് രജിസ്റ്റേർഡ് ലീസ് ഡീഡ് എന്നുള്ള കാര്യം ആധാരത്തിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിന്യൂവലിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 കൊല്ലത്തേക്കാണ് പ്രോപ്പർട്ടി ലീസിന് എടുത്തിട്ടുള്ളത്. ആ 10 കൊല്ലം കഴിയുന്നതോടുകൂടി ലീസ് എഗ്രിമെൻറ്റ് അവസാനിക്കുകയും ലെസ്സറെ സംബന്ധിച്ച് ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ മറ്റൊരാൾക്ക് ലീസിന് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ റിന്യൂവലിനെ കുറിച്ച് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെഷീനറീസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ സ്ഥാപിച്ച സ്ഥലങ്ങളാണെങ്കിൽ ഈ 10 കൊല്ലം കഴിഞ്ഞും ലെസ്സിക്ക് ഇവിടെ തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ലെസ്സിയോട് കൂടി ആലോചിച്ച് ലെസ്സിക്ക് സമ്മതമാണെങ്കിൽ ലെസ്സിക്കായിരിക്കണം ഫസ്റ്റ് പ്രിഫറൻസ് വരേണ്ടത്. അപ്പോൾ ലെസ്സിക്ക് ഇവിടെ താല്പര്യമില്ലെങ്കിൽ മാത്രമാണ് ഈ 10 കൊല്ലം കഴിഞ്ഞ് മറ്റൊരാൾക്ക് ലീസിന് കൊടുക്കാനുള്ള റൈറ്റ് ലെസ്സർക്ക് വരുന്നുള്ളൂ. അപ്പോൾ റിന്യൂവലിനെ കുറിച്ച് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ റിന്യൂവൽ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഫ്രഷ് രജിസ്റ്റേർഡ് ലീസ് ഡീഡായിട്ട് ചെയ്യുമെന്നുള്ള കാര്യം ഈ ആധാരത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേഷൻ്റെ ഭാഗത്ത് വരുന്നൊരു ക്ലോസാണ്. അതായത് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ 5 കൊല്ലം 10 കൊല്ലം ആ ലീസ് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഒഴിയുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി അതെല്ലാം ഒഴിവാക്കി എങ്ങനെയാണോ ലീസ് ചെയ്ത സമയത്ത് പ്രോപ്പർട്ടി കിട്ടിയത് അതേപോലെ തന്നെ കൈമാറുമെന്നുള്ള കാര്യം ഈ ആധാരത്തിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നാലാമത്തെ ഒരു ക്ലോസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫെയർ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ച് ആധാരത്തിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതായത് ഏപ്രിൽ 1 ശേഷം ഒരു ലീസ് എഗ്രിമെൻറ്റിൻ്റെ ഫീസും സ്റ്റാമ്പും കാൽക്കുലേഷൻ നടത്തുന്നതിൽ സർക്കാർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 2 കാൽക്കുലേഷനിൽ നിന്നിട്ടാണ് സ്റ്റാമ്പും ഫീസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫെയർ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ. ഇപ്പോൾ ഒരു കാലി സ്ഥലമാണ് വാടകയ്ക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വില എത്രയാണോ ആ വിലയിൽ നിന്നിട്ട് വേണം സ്റ്റാമ്പും ഫീസും ഈടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലി സ്ഥലമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫെയർ വാല്യൂ ഇത്രയാണെന്നും ഈ വില്ലേജിൽപ്പെട്ട സർവേ നമ്പറിൽപ്പെട്ട വസ്തുവിന് ഇത്രയാണ് ഫെയർ വാല്യൂ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ തുകയിൽ നിന്നിട്ടാണ് നമ്മൾ സ്റ്റാമ്പും ഫീസും അടവാക്കിയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു സ്ഥലത്ത് ബിൽഡിങ്ങുകളൊന്നും സ്ഥിതി ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്യണം. ഇനി ബിൽഡിംഗ് ആണ് വാടകയ്ക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കുന്ന വാടക ഫെയർ വാല്യൂവിനേക്കാൾ കൂടുതലായതുകൊണ്ട് ആ ഒരു തുകയിൽ നിന്നിട്ടാണ് ഫീസും സ്റ്റാമ്പും അടവാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. 5ാമത്തെ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂളിനകത്തുള്ള ഡിസ്ക്രിപ്ഷനാണ്. ഷെഡ്യൂളിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ട് തന്നെ ബിൽഡിംഗ് ആണ് വാടകയ്ക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഐഡൻറ്റിറ്റി വളരെ കൃത്യമായിട്ട് തന്നെ പറയണം. ബിൽഡിങ്ങിൻ്റെ ടോട്ടലായിട്ടുള്ള സ്ക്വയർ ഫീറ്റ് എത്രയാണ്, ബിൽഡിങ്ങിൻ്റെ പേരുണ്ടെങ്കിൽ ആ പേര്, ഏത് വാർഡിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്, ബിൽഡിങ്ങിൻ്റെ നമ്പർ, ഈ കാര്യങ്ങൾ പറയണം. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് വാടകയ്ക്ക് എടുക്കുന്നതെന്ന് വ്യക്തമായ രീതിയിൽ തന്നെ മെൻഷൻ ചെയ്യണം. കൂടാതെ ആ ഷെഡ്യൂളിൽ ബിൽഡിങ്ങിൻ്റെ സ്ക്വയർ ഫീറ്റ് കൺവേർട്ട് ചെയ്തിട്ട് ആഴ്സിലോ അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിലോ എഴുതാനായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു 4-5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു രജിസ്ട്രേഷൻ്റെ ലീസ് എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രമേ രജിസ്ട്രേഷൻ ഓഫീസുകളിൽ രജിസ്ട്രേഷൻ നടക്കാറുള്ളൂ.